ഇടത് നിരീക്ഷകൻ ജലീൽ പുനലൂരിലേക്കാണ്. ശ്രീ ജലീൽ, ഈ പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഉപയോഗിക്കാൻ ചില സമയം ഒരു ടൈമിംഗ് നോക്കിയിരിക്കുകയായിരുന്നു സർക്കാർ എന്നുള്ള വാദവും ചില സമയങ്ങളിൽ ബലപ്പെടുന്നുണ്ട്. കാരണം 4 മാസം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതീവ ഗുരുതരമായ ഒരു ആരോപണം ഈ ശബ്ദ സന്ദേശങ്ങളായി വളരെ കൃത്യമായി പുറത്തു വരികയാണ്. പോലീസ് അക്കാര്യത്തിൽ ആ സമയത്തൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ വളരെ കൃത്യമായി ഈ വിഷയം അന്വേഷിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പോലും ചില അന്വേഷണങ്ങൾ നടന്നു. ബംഗളൂരുവിലെ ആശുപത്രി കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു. രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ ഉയരുന്ന പല ആരോപണങ്ങളെക്കുറിച്ചും ആ കേസിൽ അകപ്പെട്ടു പോയ ഇരകളെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരമുണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ സ്വമേധയായി എടുക്കാമായിരുന്ന അന്ന് അകത്തിടാമായിരുന്ന ഈ ഇരപിടിയൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്രമേൽ ഈ 4 മാസത്തിനിപ്പുറം ഈ ഒരു ആക്ഷനുമായി പോലീസ് പോകുമ്പോൾ സംശയിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം CPM വിയർക്കുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. അയ്യപ്പൻ്റെ സ്വർണം കട്ടവനെ വെറുതെ വിടില്ല എന്ന് ജനങ്ങൾ തീരുമാനമെടുക്കുമോ എന്നുള്ള ഭയം വളരെ കൃത്യമായി CPMൻ്റെ അണികൾക്കുണ്ട്, നേതൃത്വത്തിനുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഈ തെരഞ്ഞെടുപ്പ് കത്തിക്കയറി നിൽക്കുന്ന ഒരു അവസരത്തിൽ ഉപയോഗപ്പെടുത്തി. വളരെ യാദൃച്ഛികമായി തന്നെയാണ് ആ പെൺകുട്ടിയുടെ ശബ്ദരേഖയെല്ലാം പിന്നീടുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. പക്ഷേ അന്നേ ഇതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാമായിരുന്നു, നടപടിയെടുത്തില്ല. ഇതിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ CPMനെതിരെ LDF സർക്കാരിനെതിരെ ഉന്നയിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ശ്രീ ജലീൽ, നോക്കൂ, ഞാൻ നേരത്തെ ചർച്ചയിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ഈ കേസിൽ യാതൊരുവിധ മുൻവിധിയുമില്ല. ഈ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് ഇത്ര തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തവരുടെ തന്നെ ഒരു പൊതുവികാരമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്, മറ്റേതെങ്കിലും ഇത്തരത്തിൽ പ്രമാദമായ ഒരു കേസായിരുന്നുവെങ്കിൽ പോലീസ് പ്രതിസ്ഥാനത്താകുമായിരുന്നു, ആഭ്യന്തര വകുപ്പ് പ്രതിസ്ഥാനത്താകുമായിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ പോലും മറ്റ് നാട്ടിൽ തന്നെ പൊതുബോധം അത്തരത്തിലുള്ള ഒരു വിമർശനവും ഉയർത്തുന്നില്ല. പോലീസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അതിന്റെ അന്വേഷണമായിട്ട് പൊതുബോധം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA പിടികൂടാൻ കേരള പോലീസിന് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 6 ദിവസമായില്ലേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു MLA പിടികൂടാൻ ഈ കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ലേ? ഒളിയിടം കണ്ടെത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന് അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനോ കേരളത്തിലേക്ക് കൊണ്ടുവരാനോ, ഇപ്പോൾ ബംഗളൂരുവിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, അവിടെ നിന്ന് മുങ്ങി എന്നൊക്കെ കേൾക്കുന്നു. എന്തെങ്കിലും വിവരമുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച്? അല്ല, അത്തരം വാദങ്ങളും പൊതുബോധം ഉയർന്നു എന്നുള്ള താങ്കളുടെ അവകാശമൊക്കെ രാഷ്ട്രീയപരമായിട്ട് എന്റെ അവകാശവാദമല്ല. ഇവിടെ വളരെ കൃത്യമായി മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, എവിടെ രാഹുൽ എന്ന്. അല്ല, മാധ്യമങ്ങൾ പറയുന്ന സമയത്ത് തന്നെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ അതിന് കൃത്യമായി മറുപടി കൊടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ബഹുമാനപ്പെട്ട റിട്ടയർഡ് SP അദ്ദേഹം ഇവിടെ ഉണ്ട്. അതിനെ സംബന്ധിച്ച് അതിന്റെ നിയമ സംവിധാനങ്ങളെ സംബന്ധിച്ചും നിയമവശങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയും. പ്രത്യേകിച്ച് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ ഒരു കേസിൽ ഹൈക്കോടതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയുടെയോ പരിഗണനയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ വന്നാൽ സ്വാഭാവികമായിട്ടും പോലീസ് അത്തരം കേസുകളിൽ കോടതിയെ ബഹുമാനിക്കുക എന്നുള്ളൊരു പതിവ് ഉള്ളതായിട്ടാണ് ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി പറയുന്നു, കോടതിയുടെ അനിയന്ത്രിതമായ ഇടപെടലും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംരക്ഷണ കവചവും ഉണ്ടാകുന്നില്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ അധമനെ കയ്യാമം വെച്ച് അറസ്റ്റ് ചെയ്ത് അകത്തു കൊണ്ടുപോകും എന്നുള്ളതിൽ കേരളീയ പൊതുസമൂഹത്തിന് ഒരു സംശയവും വേണ്ട. കാരണം അത്രത്തോളം കൃത്യനിഷ്ഠയോടും ഇച്ഛാശക്തിയോടും കൂടി ഈ വിഷയത്തെ സമീപിച്ചു. അത് എപ്പോഴാണ് എന്നതാണ് പ്രശ്നം. ഇപ്പോൾ മാധ്യമങ്ങളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡന പരാതിയാണ്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും ഇനി ഉയർന്നു വരാൻ ഇടയുള്ളത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. നാളെ ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കേണ്ട ഒരു ഘട്ടം കൂടിയുണ്ട്. അപ്പോൾ
എന്തിനോ വേണ്ടി സർക്കാർ കാത്തിരിക്കുകയാണ്. ഈ വിഷയം ഇങ്ങനെ അങ്ങ് നീട്ടിക്കൊണ്ടു പോയാൽ ദാ വരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. സർക്കാരിന്റെ ഒരു മുഖം രക്ഷിക്കൽ, സ്വർണ്ണക്കൊള്ളയിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്ന് വിമർശകർ ഉന്നയിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയുമോ ശ്രീ ജലീൽ? അല്ല, നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, ആർക്കും വ്യാഖ്യാനിക്കാം. പക്ഷേ ഒരു സർക്കാരിനെ സംബന്ധിച്ച് പോലീസ് ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. പക്ഷേ ഒരു പരിധിക്കപ്പുറം ആരെയും സ്വാധീനിക്കാനോ ആരെയും രക്ഷപ്പെടുത്താനോ ഒരു സർക്കാരിനും സാധിക്കില്ല, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ആസന്ന വേളയിൽ. പിന്നെ താങ്കൾ പറഞ്ഞ സ്വർണ്ണപ്പാളിയുടെ വിഷയം, ആ സ്വർണ്ണപ്പാളിയുടെ വിഷയത്തിൽ സമാനമായി, ഈ കേസിന് സമാനമായി വളരെ കൃത്യമായ അന്വേഷണമാണ് കേരള പോലീസിന്റെയും കേരള സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഉണ്ടായത്. ഈ പറയപ്പെടുന്ന രീതിയിലാണെങ്കിൽ CPIM-ന്റെ ഏറ്റവും വലിയ നേതാവാണ് പോയി ജയിലിൽ കിടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് അത്തരത്തിൽ ഏതെങ്കിലും പ്രതികളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, സ്വർണ്ണപ്പാളി വിഷയത്തിൽ മുഖം മിനുക്കണമെന്നുണ്ടെങ്കിൽ, അന്വേഷണം അട്ടിമറിക്കാനോ വഴിതിരിച്ചുവിടാനോ അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കൊന്നും അന്വേഷണം ഇതുവരെ എത്തിയിട്ടില്ല. കാരണം ദേവസ്വം മന്ത്രി അറിയാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇത്ര വലിയ സ്വർണ്ണക്കള്ള നടക്കും എന്നൊക്കെ വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം പത്മകുമാറിനെ പോലെ പിണറായിയുടെ മുന്നിലൊക്കെ എങ്ങനെ നിൽക്കുന്ന നേതാവാണ് എന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെയും പിണറായി വിജയനെയൊക്കെ മറികടന്നുകൊണ്ട് ഇത്ര വലിയൊരു കൊള്ളയ്ക്ക് പത്മകുമാർ നേരിട്ട് നേതൃത്വം നൽകും എന്ന് പറഞ്ഞാൽ അത് അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല ശ്രീ ജലീൽ. അല്ല, നേമത്തും കഴക്കൂട്ടത്തും BJP-യെ കിടുകിട വർപ്പിച്ചുകൊണ്ട് കേരള നിയമസഭയിലെത്തി. ഇന്നും തിരുവനന്തപുരം ജില്ലയിൽ ഈ കാവ്യവൽക്കരണത്തിനും സംഘപരിവാർ രാഷ്ട്രീയത്തിനുമെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന V. ശിവൻകുട്ടിയെയും കടകംപള്ളി സുരേന്ദ്രനെയും ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട് കസ്റ്റഡിയിൽ എടുക്കുന്നത് കാണണമെന്ന് താങ്കൾക്കും ഒരുപക്ഷെ BJP നേതൃത്വത്തിനും ആഗ്രഹം കാണും. പക്ഷേ അല്ല, എന്റെ അറിവിൽ അതൊക്കെ എത്രയോ ചർച്ച ചെയ്ത് ഏതെല്ലാം വിചാരണ നടന്നു, ഏതെല്ലാം മാസപ്പടി കേസിൽ ആ മാസപ്പടിയിൽ ഉൾപ്പെട്ടിരുന്ന ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഏത് കോടതിയാണ് വിധി പറഞ്ഞത് ഒന്ന് പറയൂ? ഏത് കോടതിയിലാണ് കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് വിധി വന്നത്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? മണിച്ചന്റെ മാസപ്പടി ബുക്കിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് അങ്ങ് കേട്ടിട്ടില്ലേ? അല്ല, ഇപ്പൊ പാലോട് സഹകരണ വളരെ ജൂനിയറായ ഒരു മാധ്യമ പ്രവർത്തകയാണ് ഈ സംഭവം ഒക്കെ നടക്കുമ്പോൾ. വളരെ ജൂനിയറായ മാധ്യമ പ്രവർത്തകയാണ്. എനിക്കറിയാമായിരുന്നു ആ മാസപ്പടി ബുക്കിൽ എന്താണ് ഉണ്ടായിരുന്നത്. കല്ലുവാതക്കൽ വിഷമദ്യ ദുരന്തം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തി അതിൽ പ്രതിയാക്കപ്പെട്ടവർക്ക് കോടതി ശിക്ഷ വിധിച്ചത് ഒരുപക്ഷെ വളരെ ആദരിക്കപ്പെടുന്ന 2 മാധ്യമ പ്രവർത്തകരും അറിഞ്ഞു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കോടതിയും ഒരിക്കലും കണ്ടെത്താത്ത, പ്രതി ചേർക്കപ്പെടാത്ത, അല്ലെങ്കിൽ കോടതി നിരപരാധി എന്ന് പറഞ്ഞു പുറത്തുവിട്ടിട്ടുള്ള ആളുകളെ വീണ്ടും വീണ്ടും രാഷ്ട്രീയ സങ്കുചിത താല്പര്യങ്ങളുടെ പേരിൽ ആക്രമിക്കുന്നത്. പ്രതിപട്ടികയിലൊക്കെ നേതാക്കൾ ഉൾപ്പെടുന്നത് വളരെ അപൂർവമാണ് സർ.